അന്യഭാഷാ ഭാഷണം എന്നത് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും അനേക സംശയങ്ങൾ ഉളവാക്കുന്നതുമായ ഒന്നായി യുവതലമുറയിൽ പലയിടത്തും മാറുന്നുണ്ട്. ബൈബിൾ പ്രകാരം പുതിയ നിയമസഭയുടെ ആരംഭം അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ്. ആ 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ ദൈവസഭയുടെ മേൽ ഇറങ്ങി വരികയും ഏതാണ്ട് 120ഓളം പേർ കൂടിയിരുന്ന ഗ്രൂപ്പിൽ അവരിൽ ഓരോരുത്തരുടെ മേൽ അഗ്നിജ്വാലകൾ പോലെ പതിയുകയും അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു എന്ന് കാണാം. അന്യഭാഷയെക്കുറിച്ച് നിരൂപണം വരുന്നതിൽ അത്ഭുതപ്പെടുവാനില്ല. കാരണം എന്ന് അന്യഭാഷ ആരംഭിച്ചുവോ അന്ന് തന്നെ നിരൂപണവും ആരംഭിച്ചു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഭക്തിയുള്ള യഹൂദന്മാരായി വന്നു ചേർന്ന ആളുകൾ ഒക്കെയും അത് കേൾക്കുകയും ഓടി വരികയും അവർ ഈ മനുഷ്യർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പറയുന്നുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തതോടുകൂടെ ഒരുപക്ഷേ അത് മനസ്സിലാകാതെ വന്നവർ അല്ലെങ്കിൽ അഭക്തരായ ആളുകൾ ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നവർ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും അന്നു മുതൽ തന്നെ നിരൂപണങ്ങൾ ആരംഭിക്കുകയും ചെയ്തതായി ബൈബിളിലുണ്ട്. 2 കാര്യങ്ങൾ തുടങ്ങി. ഒന്ന്, അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. വേറൊന്ന്, നിരൂപണങ്ങളും തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ അന്യഭാഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞ ശേഷം മുൻപോട്ട് പോകുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് യേശു അവരോട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറയുകയും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തതനുസരിച്ച് അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. കാത്തിരിപ്പ് എന്ന വാക്കിന് കുത്തിയിരിപ്പ് എന്നല്ല അർത്ഥം. അവർ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവർ ചെയ്ത ക്രമീകരണങ്ങളിൽ ഒന്നായിരുന്നു 12 അപ്പോസ്തലന്മാരായിരുന്ന ഇടത്ത് നാം 11 കുറഞ്ഞു പോയെങ്കിൽ നമുക്കവരുടെ സംഖ്യയെ 12 മാറ്റണം. അഥവാ നമ്മാൽ കഴിയുന്ന സകല ക്രമീകരണങ്ങളും ശുദ്ധീകരണങ്ങളും നാം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്രമീകരണങ്ങൾ ശുദ്ധീകരണങ്ങൾ ചെയ്തു. ദൈവത്തിന്റെ സമയമായപ്പോൾ പെന്തക്കോസ്ത് നാൾ പൂർണ്ണമായി വന്നതോടുകൂടെ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കം ഉണ്ടാകുകയും അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ കൂടിയിരുന്ന 120ഓളം പേരുടെ മേൽ വരികയും ചെയ്തു. അവർ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ലോകത്തിന്റെ സകല രാജ്യങ്ങളിൽ നിന്നും ആകാശത്തിന്റെ കീഴിലുള്ള സകല രാജ്യങ്ങളിൽ നിന്നും ഭക്തിയുള്ള യഹൂദന്മാർ അവിടെ വന്നുകൂടിയിരുന്നുവെന്നും അവരിൽ എല്ലാവർക്കും ഈ ഭാഷ മനസ്സിലായില്ല. പകരം ഏതാണ്ട് 17ഓളം സ്ഥലങ്ങളിൽ നിന്ന് വന്നിരുന്നവർക്ക് മാത്രമേ ഈ ഭാഷ മനസ്സിലായുള്ളൂവെന്നും വ്യക്തമായി കാണുവാൻ കഴിയുന്നു. അന്യഭാഷയെക്കുറിച്ച് നിരൂപണങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ എഴുതിയിരിക്കുന്നത് തുറന്ന ഹൃദയത്തോടുകൂടെ വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ എവിടെയൊക്കെയോ കോട്ടിയും മാട്ടിയും ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നതിന്റെ പുറകിൽ നിരൂപണം എന്നതിൽ കവിഞ്ഞൊരർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഭാഗം ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ. ചില ആളുകൾ പറയുന്നത് അന്ന് വന്നുകൂടി എല്ലാവർക്കും അന്യഭാഷ മനസ്സിലായി എന്നാണ്. ഇല്ലേ, ഇല്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ആകാശത്തിന്റെ അറ്റം മുതൽ അറ്റം വരെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഭക്തിയുള്ള യഹൂദന്മാർ വന്നിരുന്നു. കേരളത്തിൽ അതിനു മുമ്പേ തന്നെ യഹൂദന്മാരുണ്ടായിരുന്നു എന്ന് മറക്കരുത്. തോമസ് ലീഹ കേരളത്തിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിനടുത്തുള്ളതായ ഈ ജൂയിഷ് സ്ട്രീറ്റിൽ യൂത തെരുവിൽ പോയി സുവിശേഷം പറയേണ്ടതായിരുന്നു തന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് താൻ വന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് തന്നെ യഹൂദന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. യഹൂദന്മാർ ഭാരതത്തിൽ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അവർ ബീഹാറിൽ ഉണ്ടായിരുന്നു, അവർ ആസാമിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പലവിധ ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യക്കാർ തന്നെ യഹൂദന്മാരായി ഭക്തിയുള്ളവർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. നാം ഓരോരുത്തരും ജനിച്ചു വളർന്ന നമ്മുടെ ഭാഷയായ മലയാളത്തിലും ഹിന്ദിയിലും ആസാമീസിലും സംസാരിക്കുന്നത് നമ്മൾ കേട്ടുവല്ലോ എന്ന് എഴുതിയിട്ടില്ല. ആകാശത്തിന്റെ അറ്റം മുതൽ അറ്റം വരെയുള്ള സകല ജാതികളിൽ നിന്നും വന്നുകൂടിയ ആളുകളിൽ നിന്ന് വെറും 17 ഭാഷക്കാർ അല്ലെങ്കിൽ 17 സ്ഥലങ്ങളിൽ നിന്ന് വന്നവർക്ക് മാത്രമേ അവനവന്റെ മാതൃഭാഷയിൽ മനസ്സിലായിട്ടുള്ളൂ എന്ന് വ്യക്തമാകുന്നു. എങ്കിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന ആർഗ്യുമെന്റ് വെറും വ്യാജമത്രേ എന്ന് മനസ്സിലാക്കാം. അന്യഭാഷകൾ ഇതര ഭാഷകൾ മനസ്സിലാകാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ഭാഷക്കാരല്ലാതെ മറ്റുള്ള ഭാഷക്കാർ വന്നവരോട് സുവിശേഷം പറയേണ്ടതിനു വേണ്ടി ഉപയോഗിച്ചതാണ് എന്ന് പറഞ്ഞു ഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. അതും വ്യാജമത്രേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ഭക്തിയുള്ള പുരുഷന്മാർ ഓടിക്കൂടി. അവരോടുകൂടെ തന്നെ അത് മനസ്സിലാകാഞ്ഞവരും വന്നിരുന്നു. ഭക്തിയുള്ള പുരുഷന്മാർ വന്നിട്ട് അവർക്ക് എന്താണ് മനസ്സിലായത്? ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നു എന്ന് മാത്രം മനസ്സിലായി. അവർ പറഞ്ഞ വാക്കുകൾ മനസ്സിലായി എന്ന് കാണുന്നില്ല.
ഞാൻ ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ, അത് മനസ്സിലായിരുന്നുവെങ്കിൽ സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു വേണം എന്ന് പത്രോസിനോട് ചോദ്യം ചോദിക്കുമ്പോൾ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സുവിശേഷം പറഞ്ഞുവെന്നത്രേ തിരുവചനം പറയുന്നത്. ഒരിക്കലും അന്യഭാഷയിൽ അവരോട് സുവിശേഷം പറഞ്ഞുവെന്നല്ല. അന്യഭാഷകൾ സംസാരിക്കുകയും പുതുവീഞ്ഞു കുടിച്ചവരെ പോലെ ഇടപെടുകയും ചെയ്തതിനാൽ മാന്യരായ മനുഷ്യർ ഈ സമയത്ത് ഇങ്ങനെ ഇടപെടുമ്പോൾ വ്യാപരിക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷം ആത്മീയരായവർക്ക് മനസ്സിലാകുകയും ഇത് ദൈവാത്മ പ്രവൃത്തിയാണ് എന്നവർ അക്നോളജ് ചെയ്യുകയും ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇവർ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷകളിൽ ഇവർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് കാര്യങ്ങൾ ഗ്രഹിച്ച ശേഷമായിരുന്നുവെങ്കിൽ ഇനി ഞങ്ങൾ എന്തു വേണം എന്ന് ചോദിക്കുകയും അതിന് മറുപടിയായി നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നിത്യാദികൾ പത്രോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് അന്യഭാഷയിലല്ലല്ലോ, സ്വന്തം ഭാഷയിലാണല്ലോ. എങ്കിൽ സുവിശേഷീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അന്യഭാഷയല്ല, സ്വന്തം ഭാഷയത്രേ ആയിരുന്നു. ഇനിയും അന്യഭാഷകൾ സംസാരിച്ച രംഗങ്ങൾ ബൈബിളിലുണ്ട്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് അന്യഭാഷാ ഭാഷണം ഉണ്ടായത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിലുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്ന എഫെസോസുകാരോട് സുവിശേഷം പറഞ്ഞ ചരിത്രവും അവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ചതും അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലുണ്ട്. അവിടെ എങ്ങും അന്യഭാഷയിലല്ല സുവിശേഷം പറഞ്ഞിരിക്കുന്നത്, സ്വന്തം ഭാഷയിലാണ്. പിന്നെ എന്തിനാണ് അന്യഭാഷ ഉപയോഗിച്ചത്? അന്യഭാഷ ഒരടയാളമായിട്ടത്രേ അന്ന് ദൈവം കൊടുത്തത്. 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായത്തിൽ ആരും തിരിച്ചറിയാത്ത ഈ ഭാഷ നൽകുന്നത് ഒരടയാളത്തിനു വേണ്ടിയാണ് എന്ന് വ്യക്തമായി എടുത്ത് കാണിക്കുന്നു. അങ്ങനെ ഭക്തിയുള്ള പുരുഷന്മാർക്ക് മനസ്സിലാകേണ്ടതിനു വേണ്ടി, അല്ലെങ്കിൽ ഇവരുടെ മേൽ ആത്മാവിനെ പകർന്നുവെന്ന് അവർക്ക് മനസ്സിലാകേണ്ടതിനു വേണ്ടി അവർക്കൊരടയാളമായി അന്യഭാഷ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നൽകപ്പെടുമ്പോൾ സത്യമായും കൊർന്നല്യോസിന്റെ വീട്ടിലുള്ളവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ആ ജാതികളുടെ മേൽ ഇത് പകർന്നു എന്നതിന്റെ സാക്ഷ്യമായി ജാതികൾ അന്യഭാഷ പറയുകയും അത് അപ്പോസ്തലന്മാർ അടയാളമായി സ്വീകരിക്കുകയും ചെയ്തു. നമ്മെപ്പോലെ ആത്മാവ് ലഭിച്ച് ഇവരെ സ്നാനപ്പെടുത്താതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പത്രോസ് ചോദിക്കുവാനുള്ള കാരണം അവർ അന്യഭാഷ സംസാരിച്ചത് തന്നെയാണ്. 1-ാമത്തെ രംഗത്തിൽ അവിശ്വാസികളായിരുന്നവർക്ക് അന്യഭാഷ അടയാളമായി. 2-ാമത്തെ രംഗത്ത് അവിശ്വാസികളായവർ പറഞ്ഞ അന്യഭാഷ ദൈവമക്കളായ അപ്പോസ്തലന്മാർക്ക് അടയാളമായി മാറി. 3-ാമത്തെ ഭാഗം, അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു കൂട്ടം ശിഷ്യന്മാരെ കണ്ടു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. ആത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പൗലോസ് നേരെ അവരോട് ചോദിക്കുന്ന ചോദ്യം, പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? സ്നാന സമയത്തെങ്കിലും പരിശുദ്ധാത്മാവെന്ന് കേൾക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കാത്തവരെ എങ്ങനെ സ്നാനപ്പെടുത്തും? പല ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകാം. ഏതായാലും ഇത് കേട്ടാറേ അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. വിശ്വാസത്തിന് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുത്തത് അന്യഭാഷയിലല്ല, സ്വന്തം ഭാഷയിലായിരുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം അഥവാ യേശു കൊടുത്ത അധികാരത്തിൽ സ്നാനമേൽക്കണം എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഥവാ പുതിയ നിയമത്തിൽ വാലിഡായ സ്നാനം അവർ സ്വീകരിക്കുകയും ചെയ്തു. യേശുവിന്റെ നാമത്തിലെ സ്നാനം എന്നതിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് യേശു പറഞ്ഞയച്ച വാക്കുകളാണ് യാഥാർത്ഥ്യമെന്നും ആ അധികാരത്തിലാണ് സ്നാനപ്പെടുത്തിയതെന്നും ഞാൻ പല പ്രാവശ്യം വിശദമായി എന്റെ അടുത്ത് സഹകരിക്കുന്നവരോട് വിശദീകരിച്ചിട്ടുള്ളത് അവർ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവരെ സ്നാനപ്പെടുത്തി. ആ സ്നാനപ്പെട്ട ശേഷം പൗലോസ് അവരുടെ മേൽ കൈവച്ചു. അവർ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന സമയം അവരുടെ മേൽ ആത്മാവ് വന്നില്ല, അവർ അന്യഭാഷയിൽ സംസാരിച്ചില്ല. അവർ സ്നാനപ്പെട്ടപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നില്ല, അവർ അന്യഭാഷയിൽ സംസാരിച്ചില്ല. അതിനുശേഷം പൗലോസ് അവരുടെ മേൽ കൈവെക്കുകയും അവർ ആത്മാവിലാകുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചത് അവരുടെ മേൽ ആത്മാവിനെ പകർന്നു എന്നതിന് സാക്ഷ്യമായി അപ്പോസ്തലൻ അംഗീകരിച്ചു. അപ്പോസ്തലൻ സംസാരിക്കുന്ന അന്യഭാഷ അവർ കേൾക്കുകയായിരുന്നില്ല. അടയാളം അങ്ങോട്ടുമാകാം ഇങ്ങോട്ടുമാകാം, അന്യഭാഷകൾ അടയാളമാണ് എന്ന് ഒന്നാമതായി കാണുവാൻ സാധിക്കും. ഞാൻ 2-3 കാര്യങ്ങളാണ് പറയുവാൻ ശ്രമിച്ചത്. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലെ അന്യഭാഷ എല്ലാവർക്കും അവരവരുടെ ഭാഷകളിൽ മനസ്സിലായി എന്ന് പറയുന്നത് ബൈബിൾ വായിക്കാഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ്. മനസ്സിരുത്തി വായിക്കൂ, മനസ്സിലായിട്ടില്ല. ലോകത്തിന്റെ അറ്റങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് കേവലം 17 കൂട്ടർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ബാക്കിയുള്ളവർ അന്നേ നിരൂപണം ആരംഭിച്ചു. കാരണം ഒരു പക്ഷേ ദൈവം അവരത് അറിയുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. ചിലപ്പോൾ അവരുടെ ഭക്തിയുടെ മാനദണ്ഡമാകാം കാരണം. നിരൂപണവും ആരംഭിച്ചു.
രണ്ടാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, സുവിശേഷീകരണത്തിന് വേണ്ടി അറിയാത്ത ഭാഷക്കാരോട് പറയുവാൻ അന്യഭാഷ ഉപയോഗിച്ചിട്ടില്ല. സുവിശേഷീകരണത്തിന് വേണ്ടി അന്യഭാഷയല്ല, സ്വന്തം ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പൗലോസ് അപ്പോസ്തലൻ യാത്ര ചെയ്തിരുന്ന ഇടങ്ങളിലൊക്കെയും മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് അന്യഭാഷകളിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നല്ല, എബ്രായ ഭാഷയിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും അത്ര എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ജാതികളെ കർത്താവിലേക്ക് നയിക്കേണ്ടതിന്, ഭാഷ മനസ്സിലാകേണ്ടതിന് പരിശുദ്ധാത്മാവ് കൊടുത്ത ഒന്നല്ല എന്ന് 100% വ്യക്തമായി ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചു. 3, അന്യഭാഷ ഒരടയാളമാണ് എന്ന് പറഞ്ഞു. അത് അന്യോന്യം അടയാളമാണ്. ജാതികൾ അത് സംസാരിച്ചത് അപ്പോസ്തലന്മാർക്കും, അപ്പോസ്തലന്മാർ അത് സംസാരിച്ചത് ജാതികൾക്കും അന്യോന്യം അടയാളമായിരുന്നു. ഇത് അവിശ്വാസികൾക്ക് അടയാളം. അവർ സംസാരിക്കുന്നതോ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നതോ അടയാളമായി മാറുന്നു. പ്രവചനം അങ്ങനെയല്ല. അത് ജാതികൾക്ക് വേണ്ടിയുള്ളതല്ല, അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതല്ല, അത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളത് അത്രേ ആകുന്നു. അന്യഭാഷ ആരൊക്കെയാണ് സംസാരിച്ചത്? അവർ കൂടിയിരുന്ന സ്ഥലത്ത് ഒരു മുഴക്കമുണ്ടാകുകയും വിശ്വസിച്ച് ഒരുമിച്ച് കാത്തിരുന്നവരുടെ മേൽ ആത്മാവ് വന്ന് പതിയുകയും പതിയപ്പെട്ടവർ അന്യഭാഷ സംസാരിക്കുകയും ചെയ്തു. ആത്മാവ് പതിഞ്ഞു കിട്ടിയിട്ടില്ലാത്ത ആരും അന്യഭാഷ സംസാരിച്ചിട്ടില്ല. പതിഞ്ഞു കിട്ടിയവർ മാത്രം അന്യഭാഷ സംസാരിച്ചു. നിഷ്പക്ഷ ബുദ്ധിയോടുകൂടും ആത്മഭക്തിയോടുകൂടെയും നിന്നവർക്ക് അത് ദൈവത്തിന്റെ വൻകാര്യം എന്ന് മനസ്സിലായി. അത് ഒട്ടും മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ കഴിയാതെ പോയവർ ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചു. 2-3 കൂട്ടമായി ആ അന്യഭാഷ അല്ലെങ്കിൽ ആദ്യത്തെ അഭിഷേകം ജനത്തെ വേർതിരിച്ചുവെന്ന് കാണാം. ഇന്നും ഇത് തന്നെ സംഭവിക്കുന്നു. അന്യഭാഷ എന്തിനു വേണ്ടിയാണ്? ഒന്നാമതായി, അന്യഭാഷ ഒരടയാളമാണ് എന്ന് നാം കണ്ടു. 2, അന്യഭാഷ തനിക്ക് താൻ ആത്മീക വർധന വരുത്തേണ്ടതിനാകുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ആത്മീക വർധന വരുത്താതെ വണ്ണം പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാത്തതിനാൽ അവർക്കൊരാത്മീക വർധന വരുത്തേണ്ടതിന് വേണ്ടി അവർക്ക് അന്യഭാഷ കൊടുത്തു. അടയാളമായി ഇത് നിൽക്കുമ്പോൾ തന്നെ കൂടിയിരുന്ന പ്രാപിച്ച അവർക്ക് അത് ആത്മീക വർധനയ്ക്ക് കാരണമായി തീർന്നു. ചില മണിക്കൂറുകൾക്ക് മുന്നമേ അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുന്നമേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുന്നമേ, ഞാൻ ഇവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയവനായ പത്രോസിനെ നിങ്ങൾ കുരിശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറേയനാകുന്ന യേശു എന്ന് ഏറ്റുപറയത്തക്കവണ്ണം ആത്മീക വർധന തനിക്ക് കൊടുക്കുകയും ജീവിതത്തെ ആത്മീക ആരോഗ്യമുള്ളതാക്കി മാറ്റുകയും ചെയ്യേണ്ടതിന് ഒരു അന്യഭാഷ കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോസ്തലന്മാർക്കൊക്കെയും അത് ആവശ്യമായിരുന്നതിനാൽ ഒരു ആത്മീക വർധനയ്ക്ക് വേണ്ടി അന്യഭാഷ. അടുത്തത്, അന്യഭാഷ ദൈവത്തോട് സംസാരിക്കേണ്ടതിന് വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും 2 ഇനം ഭാഷകളിൽ അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയും. ഇവിടെ അന്യഭാഷ എന്നതിന് ഗ്രീക്കിൽ ഗ്ലോസ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഗ്ലോസ എന്ന വാക്കിന് ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്നാണ് അർത്ഥമെന്നും ആരൊക്കെയോ പറയുന്നത് കേട്ടു. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ തപ്പിയ ഡിക്ഷണറികളിൽ ഒന്നും അങ്ങനെ കണ്ടില്ല. ഇന്ന് രാവിലെയും വിക്കിപീഡിയ 1 പ്രാവശ്യം കൂടെ എടുത്തു നോക്കുവാൻ ദൈവം കൃപ തന്നു. ഗ്ലോസ എന്ന വാക്കിന് ഭാഷ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മാത്രമല്ല, ഞാൻ മനുഷ്യരുടെ ഗ്ലോസായിലും ദൂതന്മാരുടെ ഗ്ലോസായിലും സംസാരിച്ചാലും എന്ന് എടുത്തു പറയുന്നതിൽ നിന്ന് ഭാഷ എന്നതിൽ കവിഞ്ഞ് മനുഷ്യരുടെ ഭാഷ എന്നൊരർത്ഥം അതിനില്ല എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടവർ ഓർത്തുകൊള്ളട്ടെ. 2 ഇനം ഭാഷകളിൽ സംസാരിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ അത് തൻ്റെ അനുഭവമാണ് എന്ന് വിശുദ്ധ പൗലോസ് എടുത്തു പറഞ്ഞു. 1, ഞാൻ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചെന്ന് വരാം. 2, ഞാൻ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചു എന്ന് വരാം. ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് പ്രധാനമായും മറ്റാരും അറിയാതെ ദൈവത്തോട് സംസാരിക്കേണ്ടതിന് വേണ്ടി തന്നെയാകുന്നു. ദൈവത്തോട് സംസാരിക്കുമ്പോൾ മറ്റൊരാൾ അറിയാതെ സംസാരിക്കുക എന്ന ആശയം തെറ്റാണെന്ന് പറഞ്ഞവരുണ്ട്. അനുഭവമില്ലാത്തവർ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞെന്ന് വരും. അനുഭവം ഉള്ളവരോട് അനുഭവ സാക്ഷ്യം ചോദിക്കൂ. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒന്ന് ഓർക്കുന്നു. അതിശക്തമായ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ന്യൂഡൽഹിയിൽ ഞാനും എൻ്റെ കൂടെ 2 സ്നേഹിതരും ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ അന്യഭാഷകളിൽ ആരാധിച്ചു. അല്പം ദൂരത്തേക്ക് ആ ശബ്ദം പോകുകയും ആ രാത്രിയുടെ പ്രശാന്തതയിൽ ഞങ്ങളുടെ ശബ്ദം കേട്ട ഒരു സ്നേഹിതൻ, കണ്ണൻ എന്നാണ് പേര്, ഞങ്ങളുടെ അടുക്കിലേക്ക് പെട്ടെന്ന് വരികയും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്ത് ഇന്ററപ്റ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രാർത്ഥന നിർത്തിയ ശേഷം ആ സ്നേഹത്തോടെ
സമാധാനത്തോടെ അറിയുവാനുള്ള ജിജ്ഞാസയിൽ നിന്ന് കണ്ണൻ ഇങ്ങനെ ചെയ്തതാണ്. എൻ്റെ സ്നേഹിതനാണ് കണ്ണൻ. വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് അറബി ഭാഷ സംസാരിക്കുന്നത്? ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, നിനക്ക് അറബി ഭാഷ അറിയാമോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ദുബായിൽ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ച ആളാണ്. അവിടെ നിന്നാണ് എൻ്റെ SSLC ഞാൻ പാസ്സായത്. ഞാൻ അറബി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ സംസാരിച്ചത് അറബി ഭാഷയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്കിൽ ഞങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് പറയാമോ? അദ്ദേഹം പറഞ്ഞു, അത്രയും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഏതോ ദൈവിക വിഷയങ്ങളാണ് പറയുന്നത്. ബൈബിളിന്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഉരുവിടുന്നത്. ഇത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ കണ്ട ഭാഗവുമായി ഞാൻ ഓർക്കുന്നു. കേട്ടവർ ഇത് ദൈവശക്തി എന്ന് തിരിച്ചറിഞ്ഞു വന്നെങ്കിലും എന്തൊക്കെയാണ് പറഞ്ഞത് പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പകരം വീണ്ടും അവർക്ക് അത് വിശദീകരിച്ചു കൊടുക്കേണ്ടതായി വന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിനകത്ത് അറബിയുടെ ഭാഗങ്ങൾ ഉണ്ട്. ആ അക്ഷരങ്ങൾ അവന് മനസ്സിലായെങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പറയുന്നത് എന്തെന്ന് പൂർണ്ണമായി അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ എന്തിനു സംസാരിച്ചു? നിശ്ചയമായും ദൈവത്തോട് സംസാരിക്കേണ്ടതിന് വേണ്ടി. ദൈവത്തോട് സംസാരിക്കുന്നവൻ അന്യഭാഷയിൽ സംസാരിക്കുമോ? അതെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ അന്യഭാഷ സംഭാഷണത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ രേഖപ്പെടുത്തുന്നത്, ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. തീർന്നില്ല, താൻ തുടർന്ന് പറയുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ആത്മാവ് കൊണ്ട് പാടുന്നവരാകണം, ബുദ്ധി കൊണ്ടും പാടുന്നവരാകണം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി അല്ലെങ്കിൽ ആത്മാവിൽ മത്തരായവരായി ആത്മീയ ഗീതങ്ങളാലും അന്യഭാഷകളാലും ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തെ സ്തുതിക്കണം. ആരാധനയിൽ ഏറ്റവും ഗൗരവമായി സ്തുതിക്കുവാനും പാടുവാനും അഥവാ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു മീഡിയയാണ് അന്യഭാഷ. അതിനകത്ത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. കിങ് ജെയിംസ് വേർഷൻ ബൈബിളിൽ അന്യഭാഷ എന്ന് എഴുതിയിരിക്കുന്നതിന് അൺനോൺ ടങ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് അൺനോൺ എന്നത് ഇറ്റാലിക് ലിപിയിൽ എഴുതിയിരിക്കുന്നതിനാൽ, വേദപുസ്തകത്തിൽ അങ്ങനെ പലയിടത്തും പല കാര്യങ്ങൾ ഇറ്റാലിക് ലിപിയിലും ബ്രാക്കറ്റിലും ഒക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം അത് തെറ്റാണെന്നൊന്നും അല്ല. ഇറ്റാലിക് ലിപിയിൽ എഴുതിയിരിക്കുന്നതിനാൽ അത് മൂലഭാഷയിൽ കണ്ടുവരാത്ത ഒരു പദമാണെന്നും അതിന് അൺനോൺ എന്നൊരർത്ഥം ഇല്ല എന്നും പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ അന്യഭാഷ എന്നതിന് കേവലം ടങ് എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഗ്ലോസ എന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്. ഹെറ്റുറോസ് ഗ്ലോസ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹെറ്റുറോസ് എന്നതിന് അൺനോൺ, മറ്റൊന്ന്, പുതിയത്, വ്യത്യസ്തമായത് എന്നൊക്കെയാണ് അർത്ഥം. അൺനോൺ എന്ന അർത്ഥം അവിടുന്നാണ് വരുന്നത്. ഹെറ്റുറോസ് ഗ്ലോസ എന്ന പദം ഉള്ളതിനാൽ സാധാരണ ഉപയോഗിച്ച ഭാഷയല്ലെന്നും അന്യഭാഷയാണെന്നും ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകും. തുടർന്ന് അനുഭവത്തിൽ നിന്ന് അത് വ്യക്തമാകും. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ അതിന്റെ 15 വാക്യത്തിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണാം. അടുത്തത് റോമാലേഖനം 8 അധ്യായത്തിൽ ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവഹിത പ്രകാരം വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നുവെന്ന് കാണാം. ശക്തിയേറിയ പക്ഷവാദ ശുശ്രൂഷയ്ക്ക് പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതിന് അന്യഭാഷ നൽകുവാൻ ദൈവത്തിന് തിരിഹിതമായി ഞാൻ എങ്ങനെ എതിർക്കണം? അനുഭവങ്ങൾ വളരെയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ, അനുഭവം ഇല്ലാത്തവരോട് അനുഭവ സാക്ഷ്യം ചോദിക്കാതെ അനുഭവം ഉള്ളവരോട് അനുഭവ സാക്ഷ്യം ചോദിക്കുന്നത് കൊള്ളാം. എൻ്റെ ജനനത്തിലും വളർച്ചയിലും അന്യഭാഷയിലോ പരിശുദ്ധാത്മാവിന്റെ ഇത്തരം പ്രവൃത്തികളിലോ വിശ്വസിക്കാത്ത മാർത്തോമാ സഭയിൽ ജനിച്ചു വളർത്തപ്പെട്ടു. തുടർന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിനെ തുടർന്ന് പെന്തക്കോസ്ത് ആരാധനയിൽ പങ്കെടുത്തെങ്കിലും ഈ അനുഭവം ലഭിക്കാതെ വണ്ണം 10ഓളം നീണ്ട വർഷങ്ങൾ ഞാൻ പോകുകയും അന്യഭാഷ സത്യമാണോ എന്ന സംശയത്തിൽ ഞാൻ ആകുകയും ചെയ്തത് എൻ്റെ അനുഭവമാണ്. അതിനുശേഷം ദൈവം തന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കുകയും അന്യഭാഷ സംസാരിക്കുകയും ചെയ്തത് എൻ്റെ അനുഭവമാണ്. വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ പോകുന്നവർക്ക് അന്യഭാഷയെക്കുറിച്ച് അറിയാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നവർക്കറിയാം. അല്ലാത്തവരോട് അഭിപ്രായം ചോദിക്കാതിരിക്കുകയല്ലേ നല്ലത്? അവർക്ക് ലഭിച്ചിരിക്കുന്ന പരിമിതമായ അറിവിലും അവർക്ക് ലഭിച്ചിരിക്കുന്ന പരിമിതമായ അനുഭവത്തിലും അവർ ഒതുങ്ങി നിൽക്കുമ്പോൾ അതിനപ്പുറത്തൊരു ദൈവിക അനുഗ്രഹത്തിലേക്ക് കുതിക്കുവാൻ താല്പര്യപ്പെടുന്ന ജനലക്ഷങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഈ ആത്മീക സ്വാതന്ത്ര്യത്തിലേക്ക് ഇറങ്ങുന്നതും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നതും. അന്യഭാഷ ഭൂമിയിലെ ഭാഷയല്ല എന്ന് ഉറപ്പിക്കേണ്ടതിന് വേണ്ടി അന്യഭാഷയിൽ സംസാരിക്കുന്നത് ആരും അറിയുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ പറയുന്നത് ഏറ്റവും ശക്തമായി നാം ഓർക്കേണ്ടതാണ്. ആരും അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് അന്യഭാഷയിൽ സംസാരിക്കണം? നാം അന്യഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. മനുഷ്യരോടായിരുന്നു പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവരറിയണമായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവരറിയണമെന്നില്ല.
ഒരു ദിവസം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് ഞാനും എൻ്റെ സ്നേഹിതനുമായി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു രോഗിയുടെ മേൽ കൈവച്ച് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അന്യഭാഷയിൽ ചില പദങ്ങൾ വന്നുപോയി. തിരികെ വരുമ്പോൾ ആ മനുഷ്യൻ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്നേഹിതൻ, എന്നോട് പറഞ്ഞു, ഇന്ന് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറഞ്ഞിട്ടില്ല എന്നറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ശ്രദ്ധിച്ചില്ല, നിങ്ങളുടെ ആമീൻ്റെ പദത്തിലെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആമീൻ പറഞ്ഞില്ല, കാരണം നീ എന്തൊക്കെയോ എനിക്ക് മനസ്സിലാകാത്തത് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ആമീൻ പറയാഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യാതൊരു പ്രശ്നവുമില്ല, ഞാൻ അങ്ങയോടല്ലല്ലോ പ്രാർത്ഥിച്ചത്, അങ്ങയുടെ ആമീൻ അവിടെ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് എന്നോട് സഹകരിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ആകുമായിരുന്നു, നിങ്ങളുടെ വിശ്വാസം വേറൊന്നാകയാൽ അത് കഴിഞ്ഞില്ല. രണ്ടായാലും ഞാൻ പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ്. പ്രാർത്ഥന കേൾക്കുകയോ തിരസ്കരിക്കുകയോ ദൈവത്തിൻ്റെ പണിയാണ്. പക്ഷേ ആ രോഗിക്ക് സൗഖ്യമായി എന്ന് നിങ്ങൾ കണ്ടെങ്കിൽ ദൈവം ആ പ്രാർത്ഥന അംഗീകരിച്ചു എന്ന് മനസ്സിലായി. നിങ്ങളത് അംഗീകരിച്ചിട്ട് അർത്ഥമില്ല, നിങ്ങൾ ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പ്രാർത്ഥിച്ചതും നിങ്ങളോടല്ല. ഇതേ ആശയം തന്നെ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നതായി കാണാം. അന്യഭാഷയിൽ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തരുത്, നിരസിക്കരുത്, അത് ഒരിക്കലും നിർത്തരുത്. നെവർ സ്റ്റോപ്പ് ഇറ്റ്. അന്യഭാഷ സംസാരിക്കണം. അന്യഭാഷക്കാരൻ സഭയിൽ മൗനമായി തന്നോടും ദൈവത്തോടും സംസാരിക്കണം. അന്യഭാഷക്കാരൻ സഭയിൽ മൗനമായി തന്നോടും ദൈവത്തോടും സംസാരിക്കണം. ആ വാക്കിന്റെ ക്രിയാപദം സംസാരിക്കണം എന്നതാണ്. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? സഭയിൽ മൗനമായി ദൈവത്തോട് സംസാരിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഭാഗം സഭയോടല്ല. പക്ഷേ സഭയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ സ്വന്തമായി ആത്മീക അഭിവൃദ്ധി ആവശ്യമാണ് എന്ന ആത്മാവിന് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിയെ കൊണ്ട് അന്യഭാഷ സംസാരിപ്പിച്ചു എന്ന് വരും. ഒരു വശം ഞാനിത് പറയുമ്പോൾ കഴിവുള്ളിടത്തോളം പ്രസംഗത്തിൻ്റെ ഇടയിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അന്യഭാഷ വരാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ സംസാരിക്കുവാൻ അവസരം ഉണ്ടല്ലോ. അതുകൊണ്ട് പൊതുവിൽ അതിൻ്റെ അവസരം കുറയ്ക്കുകയും കഴിവുള്ളിടത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കുകയും ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടാറുണ്ട്. അടുത്തത് അന്യഭാഷ ആരാധനയുടെ ഭാഗമാണ്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, അഥവാ ദൈവസഭ കൂടി വരുമ്പോൾ, ഇല്ലെങ്കിൽ ദൈവത്തെ സേവിച്ചു പോകുന്ന വിശുദ്ധന്മാർ ആരാധിക്കുവാനായി ഒരുമിച്ച് കൂടുമ്പോൾ അന്യഭാഷ അതിലെ ഘടകങ്ങളിൽ ഒന്നാണെന്നും, ആകയാൽ അന്യഭാഷ നിർത്തിക്കളയരുത്, പകരം നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. ഞാൻ തന്നെ നിങ്ങൾക്കൊരു മാതൃകയാണ്, നിങ്ങൾ എല്ലാവരെക്കാളും അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് കേൾക്കാം. ഞാൻ ആവർത്തിക്കട്ടെ, താൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് വേണ്ടിയല്ല, അതിന് മറ്റുള്ളവർക്ക് അറിയാവുന്ന ഭാഷകളിലാണ് താൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനിയും അന്യഭാഷയെക്കുറിച്ച് പറയാറുള്ള ഒരു പ്രത്യേക ആശയം, പ്രവചനപരമോ അത് നിന്നുപോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും, ഈ വാക്യമാണ്. അന്ന് 3 കാര്യങ്ങളാണ് ഒരുമിച്ച് മാറുന്നത്. അന്ന് ജ്ഞാനവും മാറിപ്പോകണം. ജ്ഞാനം എന്നും ഭൂമിയിൽ ഉണ്ടെന്നും അന്യഭാഷ മാറിപ്പോയി എന്നും പറഞ്ഞാൽ വിശ്വസിക്കുവാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാര്യം അത് ഒരുമിച്ച് മാറണമെന്ന് ഒരേ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രവചനം നിന്നുപോകും, വ്യാഖ്യാനം നിന്നുപോകും, അന്യഭാഷ നിന്നുപോകും. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്ന അധ്യാപകർ നിന്നുപോകയില്ലേ? പ്രവാചകന്മാർ നിന്നുപോയ അന്ന് തന്നെ എന്തുകൊണ്ട് അധ്യാപകർ നിന്നില്ല? ദൈവം സഭയിൽ 1ാമത് അപ്പോസ്തലൻ, 2ാമത് പ്രവാചകൻ, 3ാമത് സുവിശേഷകൻ, 4ാമത് ഇടയൻ, 5ാമത് അധ്യാപകൻ എന്നിങ്ങനെയുള്ളവരെ നിയമിച്ചു. ഇതിനകത്തെ 1ാമത്തെ ആളായ അപ്പോസ്തലനും 2ാമത്തെ ആളായ പ്രവാചകനും നിന്നുപോയെന്നും, ഇന്ന് എന്നെപ്പോലെയുള്ളവർ സുവിശേഷീകരണത്തിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്, ഞങ്ങൾ സഭ നിയന്ത്രിക്കേണ്ടതിന് വേണ്ടി അല്ലെങ്കിൽ സഭയിൽ ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടി ശുശ്രൂഷകന്മാരെ, എൻ്റെ ഭാഷയിൽ പാസ്റ്റേഴ്സിനെ, വേദപുസ്തകം പഠിപ്പിക്കേണ്ടതിന് അധ്യാപകന്മാരെ ഇന്നും അംഗീകരിക്കുന്നുവെന്നും പറഞ്ഞാൽ അതങ്ങോട്ട് മനസ്സിലാകാൻ ഒരു പ്രയാസം. എങ്ങനെയാണ് ഒരു നാണയത്തിന്റെ ഒരു വശം തന്നെ കാണാതെ പോകുന്നത്? പോകുകയാണെങ്കിൽ 2 വശം ഒരുമിച്ചല്ലേ പോകേണ്ടത്? ഇത് ആരോട് പറയാൻ? വേദപുസ്തകം നിഷ്പക്ഷമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുകയും ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ അന്യഭാഷയെ യോഗ്യമായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. അന്യഭാഷയുടെ ദുരുപയോഗത്തെക്കുറിച്ച് ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ബുദ്ധിയെ അഫലമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ നാവെടുത്ത് സംസാരിക്കുന്നതാണ് അന്യഭാഷ. എന്നാൽ വ്യാജമായ പലതും സഭയ്ക്കകത്തുണ്ട്. രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരുടെ പ്രവൃത്തിയിൽ അവർ രക്ഷിക്കപ്പെട്ടവരല്ല എന്നറിയാം. ദുർനടപ്പിൽ ജീവിക്കുകയും ധനം മോഷ്ടിക്കുകയും എന്തിന് കൊലപാതകത്തിൽ വരെ ഇടപെടുകയും ചെയ്തവർ രക്ഷിക്കപ്പെട്ടവരാണെന്നും സ്നാനപ്പെട്ടവരാണെന്നും അവകാശവാദം മുഴക്കുന്നത് വ്യാജമല്ലേ എന്നാണ് എൻ്റെ സംശയം. ഇതുപോലെ തന്നെ
അയോഗ്യമായ ജീവിത പ്രവൃത്തികൾ ഉള്ളവർ മറ്റുള്ളവരെ കളിപ്പിക്കേണ്ടതിന് അന്യഭാഷ സംസാരിക്കാറുണ്ട്. ദുരാത്മാവിൽ അന്യഭാഷ സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൃപയാൽ വിവേചനപരമുള്ളതായ ദൈവദാസന്മാർക്ക് അത് തിരിച്ചറിയുവാൻ കഴിയുന്നതിനാൽ അങ്ങനെയുള്ള ചിലരുടെ തലയിൽ കൈവെക്കുവാനും ദുരാത്മാവിനെ ശാസിക്കുവാനും ഇടയായിട്ടുണ്ട്. അത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുവാനാണ് ദൈവം വിവേചനപരം കൂടെ ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ളത്. അന്യഭാഷയെക്കുറിച്ച് ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ഏൽപ്പിച്ച 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ഒന്നാണ് അന്യഭാഷ. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് തന്നെ നിരൂപണം ആരംഭിച്ചു. ഇവ രണ്ടും ഇന്നും തുടരുന്നുണ്ട്. പക്ഷേ ദൈവം അതിന്റെ ശക്തിയോടുകൂടെ അന്യഭാഷയെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിങ്കിൽ ഇത് പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് റോമൻ കത്തോലിക്ക വിഭാഗങ്ങളിൽ നിന്ന് പോലും ആത്മശക്തി പ്രാപിച്ച് അനേകർ വരുന്നത് കാണാം. അക്രൈസ്തവ മാർഗങ്ങളിൽ നിന്ന് മുന്നോട്ട് വരുന്നതിൽ ചിലർ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുകയും ദൈവം അവരുടെ ഉള്ളിലേക്ക് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ സ്നാനപ്പെടുന്നതിന് മുന്നമേ തന്നെ അന്യഭാഷ സംസാരിച്ചു തുടങ്ങുന്ന പലരെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ചിലരെയൊക്കെ മാതൃകയാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ജീവിതത്തിൽ അധികം ഫലം കായ്ച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ മാതൃകയാക്കാതെ ജീവിതത്തിൽ വളരെ ഫലം കായ്ച്ചിട്ടുള്ള ആളുകളെ മാതൃകയാക്കുന്നതിൽ ഞാൻ താല്പര്യപ്പെടുന്നു. 6 അംഗങ്ങളുമായി സഭ ആരംഭിച്ച് 8 ലക്ഷമായി സഭയെ വളർത്തുവാൻ ദൈവം കൃപ ചെയ്ത പോൾ യോങ്ങിച്ചോവിനെ ഞാൻ മാനിക്കുന്നു. അദ്ദേഹം അന്യഭാഷ സംസാരിക്കുന്നു. 20 അംഗങ്ങളുള്ള ഒരു സഭയുടെ ചുമതല ഏറ്റെടുത്തിട്ട് 20 വർഷം കൊണ്ട് 25 പേരാക്കുവാൻ കഴിയാത്തവൻ, അന്യഭാഷ സംസാരിക്കാത്തവനുണ്ട്, സംസാരിക്കുന്നവനുമുണ്ട്. അവൻ എനിക്ക് മാതൃകയല്ല. എൻ്റെ വ്യക്തി ജീവിതത്തിൽ അന്യഭാഷകൾ സംസാരിക്കുന്നവരുടെ ശുശ്രൂഷ മറ്റുള്ളവരുടെ ശുശ്രൂഷകളെക്കാൾ അധികം പ്രയോജനമായി ഞാൻ കണ്ടുവരുന്നു. ആകയാൽ ഞാനത് എടുക്കുന്നു. വേറൊരാൾ പറയുന്നതിനേക്കാൾ ഉപരി തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതും ഞങ്ങളുടെ കൈതൊട്ടതും ഞങ്ങളുടെ നാവ് രുചിച്ചതും ആയ ദൈവത്തിന്റെ ജീവന്റെ വചനം അംഗീകരിക്കുവാൻ ഞങ്ങൾ തൽപരരുമാകയാൽ ഞാൻ അന്യഭാഷയെ അങ്ങേയറ്റം അംഗീകരിക്കുന്നു. അത് പറയുന്നവരോട് കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. ലോകശക്തികളെ, പൈശാചിക ശക്തികളെ ജയിക്കേണ്ടതിന് അതിനകത്ത് രഹസ്യമായ ഒരു ബലമുണ്ട് എന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ദൈവം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. കർത്താവിന്റെ